ഇവിടെ ഒരു കപ്പ് കേക്കിനെ ബേക്ക് ചെയ്തെടുത്ത സമയത്ത് അതിന്റെ തല അത്യാവശ്യം നല്ല വലുപ്പുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് അവന്റെ കളറിലുള്ള എല്ലാ കപ്പ് കേക്കും കൂടെ അവനെ വളരെയധികം മോശമായിട്ട് കളിയാക്കാൻ തുടങ്ങി. അവനാണെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോന്ന സമയത്ത് മറ്റേ കളറിലെ കപ്പ് കേക്ക് അവനെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ബേക്കിലേ പോയി ഒരുപാട് കുത്തുവാക്കുകൾ പറയുന്ന സമയത്ത് ഈ നാട് വിട്ടു പോക്കായി എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ നടക്കുന്ന സമയത്തായിരുന്നു എന്തിനും ഏതിനും പ്രതിവിധി ഉണ്ട്, ബ്രെഡ് ചേട്ടന്റെ അടുത്തേക്ക് വാടാ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ കണ്ടത്. അവനടുത്തേക്ക് പോയ സമയത്ത് ബ്രെഡ് ചേട്ടനാണെങ്കിൽ അവന്റെ തല കണ്ട് ഒന്ന് സ്ട്രോക്ക് ആകുന്നുണ്ട്. കാരണം ആ ഡോറിലൂടെ അവൻ അകത്തേക്ക് വരാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. എത്തിയ ഉടനെ തന്നെ ബ്രെഡ് ചേട്ടനാണെങ്കിൽ നീ ഒന്നും പേടിക്കണ്ട, എല്ലാത്തിനും ഞാൻ പരിഹാരം കണ്ടുപിടിക്കും എന്ന് പറഞ്ഞിട്ട് ആദ്യം അവന്റെ തലേന്റെ മെഷർമെന്റും കാര്യങ്ങളും എടുക്കാൻ കേട്ടോ. പിന്നീട് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയെങ്കിലും വെയിറ്റ് കുറയോ എന്നൊക്കെ നോക്കുന്നുണ്ട്. എന്നാലേ അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള കപ്പ് കേക്കൊക്കെ അവനെ കളിയാക്കുന്ന കണ്ടിട്ട് ദേഷ്യം വന്ന ബ്രെഡ് ചേട്ടനാണെങ്കിൽ അവന്റെ തലയിൽ ആദ്യം പെയിന്റ് അടിക്കാണ്. അതെന്നാല് ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു. വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. വീണ്ടും ഹാർഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് അവന്റെ തലയിൽ അടിച്ചതിന് ശേഷം വീണ്ടും പഴത്തിന്റെ തൊലിയൊക്കെ യൂസ് ചെയ്ത് അവനൊരു കാര്യമാക്കി മാറ്റുന്നു. ഉള്ളതിൽ വെച്ച് ഏറ്റവും കിടിലൻ കപ്പ് കേക്ക് ആയിരുന്നു അവനെ ആക്കിയിട്ടുണ്ടായത്. പിന്നീട് ഏറ്റവും ബെസ്റ്റ് കപ്പ് കേക്കിന്റെ അവാർഡും അവന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു.